സോ നമുക്കറിയാവുന്ന കുറേ സംഗതികളുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ ഒരു വിഷൻ കേരള 2030 എന്ന് പറഞ്ഞൊരു സംഭവം നിങ്ങൾ ചെയ്യുന്നു പറഞ്ഞു. എന്താണ് ശരിക്കും വിഷൻ കേരള 2030? അത് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ നാടിനെ ഡെവലപ്പ് ചെയ്യണം. സ്ലോ ഡെവലപ്പിംഗ് ഈസ് എ സ്ലോ പോയ്സൺ എന്നാണ് പറയുക. അതായത് നമ്മൾ ഒരു സ്ട്രക്ചർ വെക്കുന്നു, ആ സ്ട്രക്ചറിലേക്ക് എത്തിക്കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താവും, അപ്പോഴേക്കും അടുത്ത ലെവൽ ഓഫ് ഡെവലപ്മെൻറ്റ് എത്തിക്കണം. അപ്പോൾ ഞാൻ സിമ്പിളായി പറഞ്ഞുതരാം. നമ്മൾ റോഡ് പണിയുന്നു, ഒരു 2 വരെ അല്ലെങ്കിൽ 3 വരെ റോഡ് പണിയെന്ന് വിചാരിക്കുക. ഇത് പണിത് കഴിയാൻ 10 വർഷമാവും. 10 വർഷം കഴിയുമ്പോൾ ട്രാഫിക് വെച്ച് നോക്കുമ്പോൾ 8-10 വരിയുടെ ആവശ്യകത വരിക. അപ്പോൾ ഒരു കൺട്രി, എസ്പെഷ്യലി അണ്ടർ ഡെവലപ്മെന്റ് ഒരു ഡെവലപ്പിംഗ് നേഷന് ഡെവലപ്ഡ് നേഷനോട് എത്തണമെങ്കിൽ വി ഹാവ് ടു അഡാപ്റ്റ് PPP. അതായത് പബ്ലിക്കിനോട് ഗവൺമെന്റ് ഒരുമിച്ച് കൂടെ തന്നെ പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് കൂട്ടിയിട്ട് പ്രൈവറ്റിൽ ഇൻവെസ്റ്റ്മെന്റ്സും അവർക്കും റിട്ടേൺസും ഇൻവെസ്റ്റ്മെന്റ്സും പ്രോഫിറ്റ്സ് ഒക്കെ കൂട്ടിയിട്ട് ഒരു മോഡ് ഓഫ് പോളിസി ഉണ്ടാക്കിയാൽ മാത്രമാണ്, കൊളാബറേഷനിലൂടെ മാത്രമേ നമുക്ക് എന്താ പറ്റുള്ളൂ, സ്പീഡ് ഡെവലപ്മെന്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വി ആർ വർക്കിംഗ് ഇൻ ഡിഫറെന്റ് വേസ് വിത്ത് ഗവൺമെന്റ്സ്. ഡിഫറെന്റ് PPP നമ്മൾ അഡാപ്റ്റ് ചെയ്യുന്നുണ്ട് ടു ഇൻക്രീസ് ടൂറിസം, ടു ഇൻക്രീസ് എഡ്യൂക്കേഷൻ എക്സെട്ര. അപ്പോൾ നമ്മൾ വി ആർ പിച്ചിങ് ടു ദ കേരള ഗവൺമെന്റായിട്ട് പിച്ച് ചെയ്യുന്നുണ്ട്. വി ഹാവിംഗ് ഡിസ്കഷൻ ഓൺ ദാറ്റ്. സോ ദ പ്രൊജക്ട് ഈസ് അണ്ടർ ഡെവലപ്മെന്റ്. സോ ഇറ്റ് ഈസ് കോൾഡ് വിഷൻ കേരള 2030. അപ്പോൾ 2030 കേരളത്തിലേക്ക് കൂടുതൽ എങ്ങനെ ഇൻവെസ്റ്റ്മെന്റ്സ് കൊണ്ടുവരാം, കൂടുതൽ സ്റ്റാർട്ടപ്സിൻ്റെ നമ്പേഴ്സ് എങ്ങനെ കൂടുതൽ കൊണ്ടുവരാം, അതുപോലെ തന്നെ ഗവൺമെന്റ് എങ്ങനെ കൂടുതൽ ഫണ്ട്സ് കൊണ്ടുവരാം. സോ വി ആർ ഇൻവെസ്റ്റിംഗ് ഇൻ ദ ഗവൺമെന്റ് നമ്മൾ ഫണ്ടല്ല എക്സ്പെക്ട് ചെയ്യുന്നത്. നിങ്ങൾ അങ്ങോട്ട് വി വിൽ ബി ക്രിയേറ്റിംഗ് പോളിസി ആൻഡ് വി വിൽ ബി ബ്രിങ്ങിങ് മോർ ഇൻവെസ്റ്റ്മെന്റ്സ്, മോർ MNCs. അപ്പോൾ ഇതിന് എന്തൊക്കെ ചെയ്യാം? സോ വി ആർ വർക്കിംഗ് ഓൺ ദ ഗ്രൗണ്ട്സ്. അപ്പോൾ ഇതിൽ നമുക്ക് എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ഗവൺമെന്റ് ബ്ലെയിം ചെയ്യും. ഐ എം നോട്ട് ബ്ലെയിമിങ് എനി ഗവൺമെന്റ് ബിക്കോസ് ദേ ഹാവ് ലിമിറ്റേഷൻസ്. അവർക്ക് എന്തുണ്ട്, പൊളിറ്റിക്സ് ഉണ്ട്, ഒപ്പോസിഷൻ ഉണ്ട്, ഇങ്ങനത്തെ വേറെ കുറേ കാര്യങ്ങളുണ്ട്, കുറേ ഇൻഹൗസ് പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇവർക്ക് ഹൗ മച്ച് ടൈം ദേ ആർ ഗെറ്റിംഗ് ടു സോൾവ് ദീസ് പ്രോബ്ലം എന്നുള്ളത് വളരെ ഒരു ക്രൂഷ്യൽ സാധനമാണ്. സോ ബട്ട് ദ തിങ് ഇസ് ലൈക്ക് ഫോർ ദ പ്രൈവറ്റ് കമ്പനി like us or like anyone, that we don't have any limitations. Take decisions. So we can take decision faster, we can implement implement things faster. So this is how we are going to impact. So ഇങ്ങനെ വിഷൻ കേരള 2030 എന്നൊരു പ്രൊജക്ട് വരുന്നത്. സോ വി ആർ വർക്കിംഗ് ഓൺ എ വെരി ഗ്രൗണ്ട് ലെവൽ. അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് നമ്മളിപ്പോൾ ഒരു MNC വരണമെങ്കിൽ എന്തൊക്കെയാണ് ദേ ആർ എക്സ്പെക്ടിങ് ഫ്രം എ സ്റ്റേറ്റ് ഓർ ഫ്രം എ നേഷൻ. അപ്പോൾ ഇങ്ങനെ ഒരു ലെവലിലേക്ക് നമ്മൾ മാർക്കറ്റ് റിസർച്ച് സ്റ്റഡി ചെയ്ത് ഇങ്ങനത്തെ ലെവൽ ഒരു പ്രോഗ്രാം ഉണ്ടാക്കണം. സോ വി ആർ എനിവേസ് ഗോയിങ് ടു ഡു ദാറ്റ് ആൻഡ് വി ആർ ഗോയിങ് ടു പിച്ച് ടു ദ മിനിസ്റ്റർ ഓഫ് രാജീവ് മിനിസ്റ്റർ ഫോർ ദാറ്റ്. ആൻഡ് let's say how it's നമുക്ക് ഗവൺമെന്റ് എങ്ങനെ ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് നമുക്ക് അറിയാനുള്ളത്. എനിവേസ് വി ആർ ഗോയിങ് ടു ഡു ദാറ്റ്. സോ ദിസ് ഇസ് വിഷൻ കേരള 2030. വി വിൽ ബി ലോഞ്ചിങ് ഇറ്റ് സൂൺ. ഓൾ ദ വെരി ബെസ്റ്റ്. ഇപ്പൊ നമുക്ക് ഈ സ്റ്റാർട്ടപ്പുകളെ കുറിച്ചും ഈ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തെ കുറിച്ചൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് സംസാരിക്കുന്ന സമയത്ത് ഇപ്പൊ പല സ്റ്റാർട്ടപ്പ് ഓൺടർപ്രണേഴ്സും എന്നെ കോൺടാക്ട് ചെയ്യാറുണ്ട്. അപ്പൊ അവരൊക്കെ വന്നിട്ട് പറയുന്നൊരു മെയിൻ ചലഞ്ചാണ്, സാർ എൻ്റെ നല്ല കിഡിലിൻ്റെ ഐഡിയ ഉണ്ട്, നല്ല പ്രോഡക്റ്റ് ഉണ്ട്, പക്ഷേ അത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള പൈസ ഇല്ല, ഫണ്ടില്ല. സോ എങ്ങനെയാണ് ശരിക്കും ഒരു ഇൻവെസ്റ്റർ കണ്ടെത്തുക? എവിടെ നിന്നാണ് കണ്ടെത്തുക? അതിൽ നിങ്ങൾ എന്താ ഹെൽപ്പ് ചെയ്യുന്നത്? അതിന് എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? അല്ല, ഇതിൽ 2 കാര്യമുണ്ട്. ഞാൻ ഇൻവെസ്റ്ററിനെ അങ്ങനെ കാണണ്ടെങ്കിലും എങ്ങനെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നതൊക്കെ പറയാം. അതിന് മുന്നേ ഫസ്റ്റ് കാര്യം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ വി ആർ ഡെവലപ്പിംഗ് നേഷൻ, റൈറ്റ്? സോ ഒരു ഡെവലപ്ഡ് നേഷൻ അല്ലെങ്കിൽ ഡെവലപ്ഡ് സിറ്റീസിനെ പോലെ നമ്മൾ അങ്ങനത്തെ ഒരു ഓൺടർപ്രണറിനെ, ഒരു കാലിഫോർണിയയിലെ ഒരു ഓൺടർപ്രണർ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യാതെ തിങ്ക് അബൌട്ട് വാട്ട് യു ഹാവ് എന്നാണ് ഫസ്റ്റ് കാര്യം. ഇപ്പോൾ ഞാൻ പറഞ്ഞത്, ഇപ്പോൾ ഞാനൊരു ഒരു കോളേജ് ഇപ്പോൾ കഴിഞ്ഞൊരു ഒരു കുട്ടിയാണ്, ഒരു വ്യക്തിയാണ് വിചാരിക്കുക. ഐ ഹാവ് 10 to 12 hours per day എനിക്ക് ഫ്രീ ടൈം ഉണ്ട്. സോ ദിസ് ഈസ് യുവർ അസറ്റ്. ഞാൻ പറഞ്ഞപ്പോൾ ഒരു 60 years old അതിന് പ്രായ ഒരു വ്യക്തിയാണ് വിചാരിക്കുക. 40 വർഷം ജോലി ചെയ്തത് ഒരു ഇൻഡസ്ട്രിയിലാണ്. ഈ 40 വർഷത്തെ എക്സ്പെർട്ടീസ് ആണ് എന്ത് മൂപ്പറിൻ്റെ അസറ്റ്. അതേപോലെ നമുക്ക് എന്ത് പറയാം, ഇപ്പോൾ എനിക്കൊരു കോഡിങ് സ്കില്ലുണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു മാർക്കറ്റിംഗ് സ്കില്ല്, നല്ല വീഡിയോഗ്രാഫറാണ് ഞാൻ, അല്ലെങ്കിൽ എഡിറ്റിംഗ് സ്കില്ലുണ്ട്. സോ അണ്ടർസ്റ്റാൻഡ് യുവർ സ്കിൽ ഫസ്റ്റ്, യുവർ അസറ്റ്. നമുക്ക് ഉള്ളതിനെ കുറിച്ച് ആദ്യം മനസ്സിലാക്കിയിട്ട് നമ്മുടെ സ്ട്രെങ്ത് ആദ്യം മനസ്സിലാക്കുക. യു ക്യാൻ ബി എ co-founder. ഞാൻ പറയട്ടെ, ഇപ്പം ഒരു ടെക് സ്കില്ലുള്ള co-founders നോക്കുന്ന ഇഷ്ടംപോലെ കമ്പനീസിനെ എനിക്ക് നേരിട്ട് അറിയാം. അവർ ഇക്വിറ്റി തരും. യു ഡോണ്ട് ഹാവ് ടു ഇൻവെസ്റ്റ്, യു ഡോണ്ട് ഹാവ് ടു ഡു എനിത്തിങ്. വിത്ത് സാലറി ആൻഡ് യു വിൽ ഗെറ്റ് ഇക്വിറ്റി. ഒരു കമ്പനിയിൽ ഭാഗമാകാൻ കഴിയും. അപ്പോൾ ഇതാണ് ഒരു കാര്യം. നമ്മൾ ആദ്യം നമുക്ക് എന്ത് ഉള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഇപ്പോൾ ഇഷ്ടംപോലെ ബിസിനസ്സുകാരുണ്ടാവും, സമയവും ഇല്ലാത്തതാണ്. ഇപ്പോൾ നമ്മൾ തന്നെ ഒരുപാട് പ്രൊജക്ട്സ് വരുന്നതിൽ ദേ നീഡ് എ പേഴ്സൺ ടു അതിനെ എടുത്തുകൊണ്ട് വർക്ക്. അങ്ങനെ ഒരു കമ്പനീന് 24 hours ഇതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഒരു വ്യക്തി ഒരു കമ്പനിയിൽ വേണം. അപ്പോൾ ഇങ്ങനത്തെ പ്രൊജക്ട്സ്, പുതിയ കമ്പനീസ്, വലിയ കമ്പനീസ് പുതിയ പ്രൊജക്ട്സ് ഉണ്ടാകുമ്പോൾ ദേ നീഡ് പീപ്പിൾ ലൈക്ക് ദാറ്റ്. വിഷണറി ആൾക്കാർ വേണം. അതായത് 9 to 5 വർക്ക് ചെയ്യുന്നതിനുപരി 24 hours ഇതിനു വേണ്ടി ഇറങ്ങുന്ന ഒരാളിനെ കിട്ടണം. അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ അസറ്റ് മനസ്സിലാക്കുക. മണി ഈസ് നോട്ട് ഓൺലി ദ അസറ്റ്. ഇങ്ങനെ കുറേ അസറ്റ്, ഇങ്ങനത്തെ കുറേ ഒരു പെർസ്പെക്റ്റീവ് അസറ്റിനുണ്ട്. രണ്ടാമത്തത് നമ്മളിപ്പോൾ ഒരു
ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഇൻക്യുബേഷനിൽ യു ക്യാൻ അപ്ലൈ, വിൽ ഹെൽപ്പ് ഇൻ എനി വേസ് വി ക്യാൻ പോസിബിൾ. ആൻഡ് അതർ ദാൻ ദാറ്റ് നമ്മൾ പറഞ്ഞല്ലോ ഇൻവെസ്റ്ററിനെ പോകുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഫോക്കസ് ചെയ്യേണ്ടത്, ഞാൻ പറഞ്ഞു ഫ്രം ഇൻവെസ്റ്റർ പെർസ്പെക്റ്റീവ്, ഫ്രം എ ബിഗിനിങ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ ഒരു കമ്പനി നമ്മൾ തന്നെ അപ്രോച്ച് ചെയ്ത ഒരു കമ്പനിൻ്റെ എക്സാമ്പിൾ വരാം. 2 വർഷമായിട്ട് ഒരു മാർക്കറ്റിലുണ്ട്, 2 വർഷമായിട്ട് ഒരു പ്രോഡക്റ്റ് സെല് ചെയ്യുന്നുണ്ട്, പക്ഷേ അവർക്ക് ഇതൊരു കമ്പനി അക്കൗണ്ട് ഇല്ല. സോ ട്രാക്ഷൻ എന്ന് പറയും, അത് ട്രാക്ഷൻ എന്നർത്ഥം നിങ്ങൾ എന്തൊക്കെ ഇതുവരെ ചെയ്തു, എല്ലാ പെർസ്പെക്റ്റീവിലും നിങ്ങൾക്ക് എത്ര വെബ്സൈറ്റ് ട്രാഫിക് ഉണ്ട്, എത്ര റവന്യൂ ഉണ്ടാക്കി, എത്ര സെയിൽസ് ഉണ്ടാക്കി, ഇതെല്ലാം ഇതിൽ വരും. അപ്പോൾ ഈ ട്രാക്ഷൻ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റണം, അതും ജെന്യൂനായിട്ട് കാണിക്കാൻ പറ്റണം. ഇപ്പോൾ എൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് എ ജെന്യൂൻ തിങ് ടു ഷോ ടു എൻ ഇൻവെസ്റ്റർ. അപ്പോൾ ഇങ്ങനെ എന്തൊക്കെയാണ് ഇൻവെസ്റ്റർ നോക്കുക എന്നുള്ളത് ഫ്രം ദ ഡേ, കമ്പനി രജിസ്ട്രേഷൻ ആവാം, ഇങ്ങനത്തെ പല കാര്യങ്ങളും, ഡീഡും പല കാര്യങ്ങളും. ഇത് ഫസ്റ്റ് ഫ്രം ദ ഡേ 1 എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് കൊണ്ടുപോകുക. നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഇൻവെസ്റ്റർ. ഞാൻ വേറെ കാര്യം കൂടി ആഡ് ചെയ്യാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഓൺടർപ്രണർ, ഒരു സ്റ്റാർട്ടപ്പ് ഇൻവെസ്റ്ററിനെ നോക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരു ഇൻവെസ്റ്റർ സ്റ്റാർട്ടപ്പിന് നോക്കുന്നുണ്ട്, എസ്പെഷ്യലി VC കമ്പനീസ്. ഇപ്പോൾ VC കമ്പനി, വെഞ്ചർ ക്യാപിറ്റൽ കമ്പനീസ് എന്താ ചെയ്യുന്നത്, ദേ പൂൾ മണി ഫ്രം ഡിഫറെൻറ്റ് ഇൻവെസ്റ്റേഴ്സ്. നിങ്ങളുടെ വലിയ ഇൻവെസ്റ്റേഴ്സിനും അങ്ങനെ ഫാമിലീസിനൊക്കെ എന്ത് ചെയ്യും, റിച്ച് ഫാമിലീസിനൊക്കെ എന്ത് ചെയ്യും, ഏഞ്ചൽസിനൊക്കെ ഫണ്ട് സ്വരൂപിക്കും. അപ്പോൾ ലെറ്റ്സ് അവർക്ക് 100 കോടി രൂപ അവരുടെ അക്കൗണ്ടിൽ ഇപ്പോൾ ഉണ്ട്, അവരങ്ങനെ സ്വരൂപിച്ച ഫണ്ട് ഉണ്ടെങ്കിൽ ഈ 100 കോടി രൂപ എഫക്റ്റീവായിട്ട് ഇൻവെസ്റ്റബിൾ സ്റ്റാർട്ടപ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് അവർക്ക് ഒരു വർഷത്തെ ദൗത്യം. ഈ ഒരു വർഷം അവർ 100 കോടി സ്പെൻഡ് ചെയ്താൽ മാത്രമേ അടുത്ത വർഷം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അടുത്ത ഫണ്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇത് സ്പെൻഡ് ചെയ്യലാണ് അവർ. അപ്പോൾ ഈ പൈസ എങ്ങനെ സ്പെൻഡ് ചെയ്യാന്നുള്ള ആലോചിച്ച് ടെൻഷൻ അടിക്കുന്ന ഒരു ആൾക്കാർ എന്തുണ്ട് മാർക്കറ്റിലുണ്ട്, നമുക്ക് അറിയാത്തതിൻ്റെ പ്രശ്നമാണ്. ഇപ്പോൾ സീഡ് ഫണ്ട്, അതായത് നിങ്ങളുടെ ഐഡിയക്ക് മാത്രം 1 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനീസ് വരെ ഉണ്ട്. അപ്പോൾ ഇതൊന്നും നമുക്ക് അറിയില്ല എന്നുള്ള പ്രശ്നമാണ്. പിന്നെ പക്ഷേ ഇവർക്ക് എന്താ ഇൻവെസ്റ്റ് ചെയ്യാൻ, ഇപ്പോൾ നാളെ എൻ്റെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന നമുക്ക് ചോദിക്കുകയാണെങ്കിൽ, ഒരു കമ്പനി ഇൻവെസ്റ്റ് ചെയ്യുന്ന ചോദിക്കുന്നെങ്കിൽ എന്താ പ്രശ്നം പറഞ്ഞാൽ വി ഷുഡ് ബി ഇൻവെസ്റ്റബിൾ സ്റ്റാർട്ടപ്പ്. അവർക്ക് ഒരു ക്രൈറ്റീരിയ ഉണ്ടാവും, സ്റ്റാൻഡേർഡ്സ് ഉണ്ടാവും, ഇന്ന കാര്യങ്ങൾ വേണമെന്നുള്ളത് ഉണ്ടാവും. അതുണ്ടെങ്കിൽ ദേ വിൽ ഡെഫിനറ്റ്ലി ഇൻവെസ്റ്റ്. അപ്പോൾ ഇൻവെസ്റ്ററിനെ കണ്ടുപിടിക്കൽ ഇൻവെസ്റ്റർ ഇല്ലാത്ത പ്രശ്നമില്ല. വി ഹാവ് ടു മേക്ക് അവർ കമ്പനി പ്രൊഫഷണൽ. ഇൻവെസ്റ്റർക്ക് വേണ്ട രീതിയിൽ നമ്മുടെ ബിസിനസിനെ കോമ്പാക്ട് ആക്കി. അതെ, അപ്പോൾ അതാണ് അതിലുള്ള മെയിൻ കാര്യം. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഒരു ഓൺട്രപ്രണറുടെ ഒരു ക്യാപ്പബിലിറ്റി ഒക്കെയാണ്. അപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് സക്സസ് ആക്കി എടുക്കണമെങ്കിൽ പലപ്പോഴും ഈ സ്റ്റാർട്ടപ്പ് ഓൺട്രപ്രണേഴ്സൊക്കെ അവരെ കപ്പ് ഓഫ് ടീ അല്ലാത്ത ഏരിയയിൽ പോയിട്ട് ചാടി തല വയ്ക്കാറുണ്ട്. എന്തൊക്കെ ക്വാളിറ്റീസ് വേണം ശരിക്കും? എന്താണ് ഒരു സ്റ്റാർട്ടപ്പ് ഓൺട്രപ്രണർക്ക് ഉണ്ടായിരിക്കേണ്ട മേജർ ക്വാളിറ്റീസ്? അല്ല, ഒരു ഓൺട്രപ്രണർ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അതായത് ഒരു കമ്പനീൻ്റെ ഒരു വിഷൻ ആണ് സെറ്റ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ നമുക്ക് ക്വാളിറ്റി ഇൻ ദ സെൻസ് ഫസ്റ്റ് തിങ് ഈസ് വിഷൻ. ഷുഡ് ബി അംബീഷ്യസ്. ഇപ്പോൾ ചെറിയൊരു ഗ്രാമത്തിൽ, ചെറിയൊരു നാട്ടിൽ, ചെറിയൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആളാണെങ്കിലും ഇഫ് യു തിങ്ക് യു ഷുഡ് ഹാവ് എ ഗട്ട് ഫീലിംഗ്, ഒരു ആഗ്രഹം വേണം. എനിക്ക് ഷുഡ് ബി അംബീഷ്യസ്. അത് ഒന്നാമത്തെ കാര്യം പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ ക്വാളിറ്റീസിലേക്ക് വരുമ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ തന്നെ കാണാണ്, ഇപ്പോൾ എത്ര വലിയ കമ്പനി ഓൺട്രപ്രണേഴ്സ് ആണെങ്കിലും വി വോണ്ട് ബി ഗുഡ് അറ്റ് എവറിത്തിങ്, റൈറ്റ്? അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഒരു പേപ്പർ പെൻ എടുക്കുക, റൈറ്റ് ഡൗൺ യുവർ സ്ട്രെങ്ത്, റൈറ്റ് ഡൗൺ യുവർ വീക്ക്നെസ്. ഇപ്പോൾ ഐ ആം ഗുഡ് അറ്റ് കമ്മ്യൂണിക്കേഷൻ, ഐ ആം ഗുഡ് അറ്റ് ലീഡർഷിപ്പ്, I'm good at this thing, I'm good at that things. But I might not be good at executing operations. നന്നായിട്ടുണ്ട്. മാർക്കറ്റിംഗ് എൻ്റെ കപ്പ് ഓഫ് ടീ ആയിരിക്കില്ല. ഇല്ലെങ്കിൽ അങ്ങനെ ഡിഫറെൻറ്റ് മെട്രിക്സ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. ഈ ഉള്ള സ്ട്രെങ്ത് അപ്സ്കിൽ ചെയ്യുക, ഇല്ലാത്ത സ്ട്രെങ്ത് എന്ത് ചെയ്യുന്നറിയോ, ഹയർ ചെയ്യുക, ഡെലിഗേറ്റ് ചെയ്യുക. വി ഷുഡ് ഹയർ എ പേഴ്സൺ അവൻ്റെ സ്ട്രെങ്ത് ആ ഒരു കാറ്റഗറി അവനെ ഹയർ ചെയ്യുക. അതാണ് ഏറ്റവും ബെസ്റ്റ് തിങ് യു ഹാവ് ടു ഡു. ഇത്രേ ഉള്ളൂ. പിന്നെ നമ്മളെന്തറിയോ, ഇത് എല്ലാം റെഡി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് പകരം ടേക്ക് ഇറ്റ് ആസ് എ ജേർണി. തുടക്കത്തിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ബേസിക് ഫണ്ടമെന്റൽസ് എല്ലാം മനസ്സിലാക്കുക. ഓൾവേസ് പിന്നെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ഓൺട്രപ്രണർ ഷുഡ് ബി വെരി ക്യൂരിയസ്. പുതിയ സംഭവങ്ങൾ പഠിക്കാനും പുതിയ കാര്യങ്ങളെ കുറിച്ച് അറിയാനുള്ള ക്യൂരിയോസിറ്റി ഉണ്ടാകണം. കാരണം എന്നാൽ മാത്രം നമ്മൾ അപ്ഡേറ്റഡ് ആവുള്ളൂ. അല്ലെങ്കിൽ ഒരു ടൈം ആകുമ്പോൾ അവർ എന്ത് ചെയ്യും, ഔട്ട്ഡേറ്റഡ് ആയി പോകും. അപ്പോൾ അങ്ങനെയുള്ള ക്വാളിറ്റീസ് ആണല്ലോ. ബാക്കിയെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, നമ്മളതിനെ അപ്സ്കിൽ ചെയ്ത് കൊണ്ടാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഒരു 10 വർഷം ഒരു കോർപ്പറേറ്റ് ഒരു സെഗ്മെന്റിൽ വർക്ക് ചെയ്ത വന്ന വ്യക്തി വരെ CEO ഒരു കമ്പനിയിൽ CEO പൊസിഷനിൽ ഇരിക്കുമ്പോൾ ചിലപ്പോൾ ഹി വിൽ ബി ദ ഫസ്റ്റ് പേഴ്സൺ, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് 0 ആണ്. കാരണം ആ ഇൻഡസ്ട്രി ചിലപ്പോൾ ഐഡിയ എല്ലാം പുതിയതായിരിക്കും. സോ ഒരു സാധനം കോപ്പി ചെയ്യുന്നത് പോലെയല്ലോ, പുതിയ സാധനമാണ്. അപ്പോൾ ഇറ്റ്സ് എ ജേർണി. കണ്ടിന്യൂസ്ലി പഠിക്കാനും അതെ. പക്ഷെ മെയിനായിട്ട് വിഷൻ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഞാനൊരു ചായക്കട നടത്തുന്ന ആളായിരിക്കും, നാട്ടുമ്പുറത്ത് ചെറിയൊരു ചായക്കട നടത്തുന്നതായിരിക്കും. അപ്പോൾ ഞാൻ day 1 മുതൽ എൻ്റെ ചായക്കടനെ ഞാൻ കാണുന്നത് എന്താണ്, ഇറ്റ് ഈസ് ഗോയിങ് ടു ബി 1000 ഫ്രാഞ്ചൈസി, ഇറ്റ് ഈസ് ഗോയിങ് ടു ബി 1000 crore കമ്പനി എന്ന് ഞാൻ പ്ലാൻ ചെയ്തിട്ട് എനിക്ക് അങ്ങനെ മനസ്സിലൊരു ആഗ്രഹം, ഞാൻ അങ്ങനെയാണ് ഇതിന് വിഷൻ സെറ്റ് ചെയ്യുന്നതെങ്കിൽ എൻ്റെ ഓരോ സംസാരവും, എൻ്റെ ഓരോ മീറ്റിങ്ങും, എൻ്റെ ഓരോ ആക്ഷനും എന്തായിരിക്കും, അതിലേക്കായിരിക്കും.
നേരെ മറിച്ച് നമുക്ക് എത്ര ഇൻഫ്രാസ്ട്രക്ചറും എത്ര അറിയാലോ, ഒരുപാട് കൂടി ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാക്കിയിട്ട് ഒന്നുമില്ലാതെ പോകുന്ന കമ്പനീസ് ഉണ്ട്. അപ്പോൾ അതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ദേ ഹാവ് ദ റിസോഴ്സസ് ബട്ട് വിഷൻ എന്താണ് വളരെ ചെറുതാണ്. അപ്പോൾ വിഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് തുരുമ്പെടുത്ത് പോകും. അതെ. അപ്പോൾ വിഷൻ ഏറ്റവും വലുത് വെക്കുക, ഏറ്റവും വലിയ മാർക്കറ്റിലേക്ക് ക്യാപ്ചർ ചെയ്യുക. ഞാൻ പറയുമ്പോൾ കേരളത്തിൽ തന്നെ പറഞ്ഞല്ലോ, കേരളത്തിൽ ഇപ്പോൾ ബിസിനസ് ചെയ്യാൻ അവിടെ എല്ലാം വൈ ആർ ചൂസിങ് ഓൺലി കേരള ഓർ ഓൺലി പെർട്ടിക്കുലർ ഡിസ്ട്രിക്ട് ആസ് ഒരു മാർക്കറ്റ്. ഗ്ലോബൽ ഇതിനെങ്ങനെ കൊണ്ടുവന്ന് ചിന്തിക്കുക. പോസിബിലിറ്റി ഉള്ള ഒരു സാധനം നമുക്ക് ലോകത്ത് എല്ലാവരുടെയും വിൽക്കാം. അപ്പോൾ അത് എങ്ങനെയെന്നുള്ള ചിന്തിച്ച് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണം എന്ന് നമ്മൾ ആഗ്രഹിച്ച് അത് എന്നെ കൊണ്ട് കഴിയുമെന്ന് വിശ്വസിക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വർക്ക്. അപ്പോഴാണ് നമ്മൾ പിറ്റേ ദിവസം നമ്മൾ അതിനുള്ള സ്റ്റെപ്പ് എടുക്കുള്ളൂ, ആക്ഷൻ എടുക്കുള്ളൂ. ഓക്കെ. സോ എനിക്ക് അവസാനം ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, എന്താണ് IQ വെഞ്ചേഴ്സിന്റെ വിഷൻ? വാട്ട് ഈസ് യുവർ ഫ്യൂച്ചർ വിഷൻ? ഞാൻ പറഞ്ഞല്ലോ, ഒരു IQ വെഞ്ചേഴ്സ് ആക്ച്വലി an impactful കമ്പനി വിച്ച് ഇസ് ലുക്കിംഗ് ടു ക്രിയേറ്റ് എൻ ഇമ്പാക്ട് ഇൻ ദ സൊസൈറ്റി. അപ്പോൾ നമുക്ക് എങ്ങനെ ഇങ്ങനത്തെ പല ഏരിയാസ് ഇൻസ്റ്റെഡ് ഓഫ് ബിക്കം ജസ്റ്റ് സ്റ്റാർട്ടപ്പ്, സക്സസ്ഫുൾ സ്റ്റാർട്ടപ്പ്, ഹൗ വി ക്യാൻ ക്രിയേറ്റ് thousands ഓഫ് സ്റ്റാർട്ടപ്പ് ഫ്രം ഇന്ത്യ ഓർ ഫ്രം എ സൊസൈറ്റി. എന്നിട്ട് അവർ നമുക്ക് എങ്ങനെ സ്കെയിൽ ചെയ്ത് ഒരു അങ്ങനത്തെ ഒരു 1000 മിനിമം 1000 ബ്രാൻഡ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഇന്ത്യയിൽ ഉണ്ടാക്കാൻ പറ്റണം. ദിസ് ഇസ് എ വൺ ഗോൾ. ആൻഡ് ഓൾസോ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഗവൺമെന്റ് everyone is facing challenges. It's a fact. Everyone is facing one. ഇപ്പോൾ ₹1 ഉള്ള ഒരു 1000 രൂപ ഡെയിലി വാങ്ങുന്ന ശമ്പളം വാങ്ങുന്ന ഒരു വ്യക്തിയും 1000 കോടി വരുമാനം ഉണ്ടാക്കുന്ന വ്യക്തിയും they are facing challenges one way or another. അപ്പോൾ ഇതിൽ നമുക്ക് എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഗവൺമെന്റ് ഞാൻ പറഞ്ഞ പോലെ ഡെവലപ്മെന്റ് ആണെങ്കിലും ഇങ്ങനത്തെ പല ആസ്പെക്ട്സിലും ഗവൺമെന്റിനെ എങ്ങനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാം, ഹൗ ടു ക്രിയേറ്റ് പ്രോജക്ട്സ് ടു ഹെൽപ്പ് ദം ഓവർകം ദ ചാലഞ്ച്. സോ ഇതിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വർക്കൗട്ട് ചെയ്യുന്നത്. സോ നിങ്ങളൊരു സ്റ്റാർട്ടപ്പ് ഫൗണ്ടർ ആണെങ്കിൽ, അതല്ലെങ്കിൽ നിങ്ങളൊരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, എങ്ങനെയാണ് ആ ബിസിനസ്സിനെ എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കേണ്ടത്, അതൊരു ഗ്ലോബൽ ബ്രാൻഡാക്കി എങ്ങനെ ബിൽഡ് ചെയ്യാം എന്ന് ആലോചിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ മികച്ച പ്ലാറ്റ്ഫോമാണ് IQ വെഞ്ചേഴ്സ്. സോ IQ വെഞ്ചേഴ്സിൻ്റെ സർവീസുകളും കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് ഷാഫി ഷൗക്കത്ത് നമ്മളോട് പറയുണ്ടായി. അപ്പോൾ ബ്രാൻഡ് സ്റ്റുഡിയോയുടെ അതിഥിയായി വന്നതിന് ഷാഫി ഷൗക്കത്ത്, താങ്ക് യു സോ മച്ച്. ആൻഡ് നിങ്ങൾക്ക് ഒരുപാട് ഓൺട്രപ്രണേഴ്സിനെ സക്സസ്സിലേക്ക് എത്തിക്കാൻ IQ വെഞ്ചേഴ്സിൻ്റെ പ്ലാറ്റ്ഫോമുകളിലൂടെ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.